നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് AKTA പെരിങ്ങോട്ടുകര ഏരിയ കൺവെൻഷൻ. മണലൂരിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും യോഗ ക്ലാസുകളുടെയും പ്രവർത്തനോദ്ഘാടനം. പെരിങ്ങോട്ടുകരയിൽ ത്രിദിന ശ്രീനാരായണ ദിവ്യപ്രബോധനത്തിനും ധ്യാനത്തിനും സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ കൺവെൻഷൻ ആലപ്പാട് ശതാബ്ദി മന്ദിരത്തിൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ES പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ യൂണിവേഴ്സിറ്റി BSc ഇൻ UI ഡിസൈൻ ഡെവലപ്മെൻറ്റിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ചേന്നംകുളം വാസൻ മകൻ ആദിത്യനെ മെമൻറ്റോ നൽകി ആദരിച്ചു. ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ശ്രീദേവി, വിനീഷ്, KB അശോകൻ, സിയ ജോയ്, ജൂബിലി, സ്മിത, പ്രദീപ്, ബീന, ജയൻ എന്നിവർ സംസാരിച്ചു. ക്ഷേമനിധി ബോർഡ് അംശാദായം 20 രൂപയിൽ നിന്നും 50 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടും റിട്ടയർമെൻറ്റ് തുക വെട്ടിക്കുറയ്ക്കുകയും ഇരട്ട പെൻഷൻ്റെ പേരിൽ വിധവാ പെൻഷൻ നിർത്തലാക്കിയത് പരിഹരിക്കണമെന്നും പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരും ചേർന്നാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ് ഇതിൻ്റെ നേതാക്കൾ. പക്ഷെ ആ ഒരു ബോധത്തിലേക്ക് നമ്മുടെ ആളുകൾ മാറുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ വസ്തുതയാണ്. നമ്മളെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യൽ തൊഴിലാളികൾ ഇങ്ങനൊരു സംഘടിത രൂപമുണ്ടാക്കിയത്? അതിന്റെ ഭാഗമായി നമ്മൾ സർക്കാരുമായി നിരന്തരം പ്രക്ഷോഭ സമരങ്ങൾ നടത്തുകയും സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന നിരവധി പരിപാടികൾ സംഘടിക്കുകയൊക്കെ ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായി ഉയർത്തിയതിൻ്റെയും സ്ഥാപനത്തിൽ പുതുതായി നിർമ്മിച്ച യോഗ ഹാളിൻ്റെയും യോഗ ക്ലാസുകളുടെയും പ്രവർത്തനോദ്ഘാടനം നടത്തി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാബു K പദ്ധതി വിശദീകരണം നടത്തി. അയ്യന്തോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് യോഗ ട്രെയിനർ രേവതിയുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും ഉണ്ടായിരുന്നു. മെമ്പർമാരായ ജിൻസി തോമസ്, PT ജോൺസൺ, ഷോയ് നാരായണൻ, ധർമ്മൻ പറത്താട്ടിൽ, ഷേർലി റാഫി, HMC മെമ്പർ KK പ്രകാശൻ, കസ്തൂർബായ്, വിദ്യാമോൾ എന്നിവർ സംസാരിച്ചു. സ്ഥിരമായി സൗജന്യ യോഗ ക്ലാസുകൾ വിവിധ ബാച്ചുകളായി സ്ഥാപനത്തിൽ നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പൂരാഘോഷത്തിൽ തിടമ്പ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാർ തമ്മിലുണ്ടായ തർക്കത്തിൽ പോലീസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ തിടമ്പ് നൽകുന്നതിനായി 26-ന് രാവിലെ 11-ന് പെരിങ്ങോട്ടുകര സോമശേഖര അമ്പലത്തിൽ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതിന് ചർച്ചയിൽ തീരുമാനമായി. അന്തിക്കാട് KGM LP സ്കൂളിൻ്റെ 123ാമത് വാർഷികവും പ്രീ പ്രൈമറി ദിനവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടത്തി. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ HM പറഞ്ഞപ്പോൾ തോന്നിയത്. സ്കൂളിൻ്റെ പ്രവർത്തന രംഗത്ത് ഇത് മാതൃകപരമായ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം മുൻകാലങ്ങളിലും KG സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. 123 വർഷം പിന്നിടുമ്പോൾ തന്നെ ഇതിൻ്റെ കാതലായ ചില ഭാഗങ്ങൾ മറന്നു പോകരുത്. എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത് ഏറ്റവും അടിത്തട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ചുമെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് അന്തിക്കാട് പ്രദേശം എന്ന് പറഞ്ഞാൽ
ഒരു തൊഴിലാളി വർഗ സമര പോരാട്ടമുള്ള പാരമ്പര്യമുള്ള രക്തസാക്ഷിയുടെ കഥ പറയുന്ന പ്രദേശമാണ്. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ജോഷി ഡി കൊള്ളന്നൂർ ആമുഖ പ്രസംഗം നടത്തി. വിദ്യാലയത്തെ മികവിലേക്ക് നയിച്ച PTA പ്രസിഡന്റുമാരെ CC മുകുന്ദൻ ആദരിച്ചു. മികച്ച വിദ്യാർത്ഥികളെ അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് ആദരിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ്, KGM സ്കൂൾ PTA പ്രസിഡന്റ് സലീഷ് DM, അന്തിക്കാട് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ഷജിൽ NT എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. से जितना नेक है तू कसम से उतना फेक है तू पड़ गया क्यों गले तुम छल्ले की तरह KSKT വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പാവങ്ങളുടെ പടയണി നടത്തി. KSKT സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ EP അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. KSKT ഏരിയ സെക്രട്ടറി KS ഷനിത്, LC സെക്രട്ടറിമാരായ EK തോമസ് മാസ്റ്റർ, ജിനേന്ദ്ര ബാബു, CPIM ലോക്കൽ കമ്മിറ്റി അംഗം ശൈലജ ജയലാൽ, PKS ജില്ലാ കമ്മിറ്റി അംഗം KV അനിത, PKS ഏരിയ പ്രസിഡന്റ് PK മോഹനൻ, സംഘാടക സമിതി കൺവീനർ AR സത്യൻ, VR ജിത്ത് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളെ, പാവപ്പെട്ട കൃഷിക്കാരെ, പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒക്കെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന്, ഈ നാട്ടിലെ നിന്ന് മാറ്റി ഓടിക്കുന്ന ഒരു സമീപനം ഇന്ത്യയിലെ BJP ഗവൺമെന്റ് എടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഈ 1-2 ദിവസങ്ങളായി, ഒരാഴ്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, നമ്മുടെ നാടിന് വേണ്ടി കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷിക്കാർ ഇന്ന് സമരത്തിലാണ്. ഡൽഹിയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാർ ഇന്ന് സമരത്തിലേക്ക് വരികയാണ്. ഒരു വർഷക്കാലമാണ് ഇന്ത്യയിലെ കൃഷിക്കാർ ഈ രാജ്യത്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പിന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2023-24 പ്രകാരമുള്ള രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടം എന്ന നിലയിൽ പഞ്ചായത്തിലെ 10 ക്ലബ്ബുകൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി KA, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ സിജി സുരേഷ്, മണി ഉണ്ണികൃഷ്ണൻ, അജ്മൽ ഷരീഫ്, രശ്മി ഷിജോ, ഷൈൻ നെടിയിരിപ്പിൽ, കോർഡിനേറ്റർ അമൽ, സൽമ ടീച്ചർ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലബ്ബ് ഒരുപാട് വർഷങ്ങളായിട്ട് പുതുക്കാത്ത ക്ലബ്ബുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഭരണസമിതി പറയുന്നതാണ്, ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്, അത് പുതുക്കുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭരണസമിതി അത്യാവശ്യം ചെറുപ്പക്കാരൊക്കെ ഉള്ളതാണ്, അവരെല്ലാവരും സഹായിക്കാം. രജിസ്ട്രേഷൻ്റെ പേപ്പറും മറ്റു കാര്യങ്ങളും കൊണ്ടു തന്നാൽ മാത്രം മതി. നമ്മൾ രജിസ്ട്രാർ അടുത്ത് പോയിട്ട് ചെയ്തു കൊടുക്കുന്നതും പുതുക്കുന്നതുമായ നടപടികൾ നമ്മൾ ചെയ്തു തരാറുണ്ട്. പക്ഷെ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. പഴയപടി തന്നെയാണ് ഇപ്പോഴും. 26 പേരിൽ വിളിച്ച് ചോദിക്കുമ്പോൾ കൂടി വന്നിട്ട് ഇപ്പോൾ ഇത്രയും നാൾക്ക് ശേഷം, പദ്ധതിയുടെ ആരംഭത്തിന് ശേഷം ഇപ്പോൾ 10 ക്ലബ്ബുകളാണ് നമുക്ക് ഇതുവരെയായിട്ടും അവരുടെ രജിസ്ട്രേഷൻ്റെ ഒരൊറ്റ ഫോം മാത്രമായിട്ട് കൊണ്ടുതരുന്നത്. ആകെ ഒരു നടപടി. വാടനപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിൻ്റെ 103-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ പ്രീ പ്രൈമറിയിലെ ആട്ടവും പാട്ടും എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് രമേഷ് CR അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ, മെമ്പർമാരായ ആശ, ശ്രീജിത്ത്, രേഖ, സ്നൗഫൽ, ഹെഡ്മിസ്റ്റർ സജീന, തളിക്കുളം CRC കോർഡിനേറ്റർ സലാഹുദ്ദീൻ മാസ്റ്റർ, മുൻ AEO AB ജയപ്രകാശ്, SMC ചെയർമാൻ ജിതേഷ് വിജയൻ, MPTA പ്രസിഡന്റ് സിനി രൺവീർ, SRG കൺവീനർ ജിനി, സ്കൂൾ ലീഡർ ഷഹസ മജീദ് എന്നിവർ സംസാരിച്ചു. പൂർവ്വാധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ഏർപ്പെടുത്തിയ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെൻ്റ് വിതരണവും സബ് ജില്ലാതല മേളകളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച വേറിട്ട പരിപാടികൾ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി.
കീഴ്പള്ളിക്കര SNSA-LP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനാചരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. താനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PM ഹബീബുള്ള ആമുഖ പ്രസംഗം നടത്തി. ധർമ്മരാജ്യവേദി സംസ്ഥാന കൺവീനർ EH കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ആദര പ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരം ലിഷോയ് പാർക്ക് സമർപ്പണം നടത്തി. പായിക്കാട്ട് പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട്, മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിവേകാനന്ദൻ കല്ലുങ്ങൽ എന്നിവരെയും മുൻ അധ്യാപകരെയും ആദരിച്ചു. CRPIO MV സുനിൽകുമാർ അവാർഡ് വിതരണവും സ്കൂൾ മാനേജർ KR മണി സമ്മാന വിതരണവും നടത്തി. മുൻ തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർപേഴ്സൺ സജിത ബിജു, അബ്ദുൽ മജീദ് കാരേക്കുളം, സുൽഫിക്കർ കാവുങ്ങൽ, യൂനസ് തെരുവത്ത്, ഷാനവാസ് പട്ടത്ത് എന്നിവർ സംസാരിച്ചു. പായിക്കാട്ട് പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട്, അഡ്വക്കേറ്റ് വിവേകാനന്ദൻ കല്ലുങ്ങൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു LP വിദ്യാലയമായി കഴിഞ്ഞ 100 വർഷമായി SNS-ALP വിദ്യാലയം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ഭൗതികവും അക്കാദമികവുമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും നേരത്തെ പറഞ്ഞ പോലെ ഏറെ സന്തോഷപ്രദമായ കാര്യമാണ്. അവിടെയാണ് ഒരു പഴയകാലത്തിൻ്റെ എല്ലാ ഓർമ്മകളും അയവിറക്കാൻ 71 വയസ്സ് മുതൽ 91 വയസ്സ് വരെയുള്ള ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായവർ ഇങ്ങനെ ഒത്തുകൂടുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ പൂർവികന്മാർ, കാരണവന്മാർ എന്നൊക്കെ പറയുന്ന നമുക്ക് മുമ്പേ ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയ ഒരു തലമുറ, അവരുടെ ഓർമ്മകളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ അലതല്ലുന്നത്, എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുണ്ടാകുക, എന്തൊക്കെയാണ് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച്, പഴയ സഹപാഠികളെക്കുറിച്ച് ഇടവേള. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2 വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു.
വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര ശ്രീനാരായണാശ്രമത്തിൽ നടന്ന ത്രിദിന ശ്രീനാരായണ ദിവ്യ പ്രബോധനത്തിനും ധ്യാനത്തിനും ഞായറാഴ്ച സമാപനമായി. ദിവ്യ പ്രബോധനം, ധ്യാനം, സമൂഹാർച്ചന എന്നിവ നടന്നു. TR വിജയകുമാർ ധ്യാന സന്ദേശം നൽകി. സച്ചിദാനന്ദ സ്വാമികൾ, ശുഭാകാനന്ദ സ്വാമികൾ, ശാരദാനന്ദ സ്വാമികൾ, ദിവ്യാനന്ദഗിരി സ്വാമികൾ എന്നിവർ നേതൃത്വം നൽകി. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷുവിനെ വിഷരഹിത സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ ഉത്സവം നടന്നു. ഏരിയ കൺവീനർ KV രാജേഷ് ആമുഖ പ്രസംഗം നടത്തി. ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. VN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VV പ്രഭാത്, VV സജീന്ദ്രൻ, TV ബാലകൃഷ്ണൻ, AK സദാനന്ദൻ, PR മുരളീധരൻ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ആവണങ്ങാട് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ തിറവള്ളാട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി ശനിയാഴ്ച വിവിധ പരിപാടികൾ നടന്നു. महर्षिवन्दनं श्रीहरसुतं महिषिमर्दनं ताण्डवप्रियं शैलजात्मजं माये जय. തിരുവാതിരകളി, മാങ്ങാട്ടുകര ശ്രീസായി വിദ്യാപീഠത്തിൻ്റെ ശാസ്ത്രീയ നൃത്തങ്ങൾ, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, നാഗസ്വരം, തകിൽ പഞ്ചാരിമേളം, പഞ്ചവാദ്യം, കലാമണ്ഡലം പൂജയുടെ കുച്ചിപ്പുടി കച്ചേരി എന്നിവ നടന്നു. കളമെഴുത്തുപാട്ടും വെള്ളാട്ടും നടന്നു. ക്ഷേത്രമധിപതി അഡ്വക്കേറ്റ് AU രഘുരാം പണിക്കർ നേതൃത്വം നൽകി. പഴുവിൽ വെസ്റ്റ് കാക്കനാട്ട് ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റം വെള്ളാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വിവിധ പരിപാടികൾ നടന്നു. വിശേഷാൽ പൂജകൾ, ഗുരുമുത്തപ്പന്മാർ, കരിങ്കുട്ടിസ്വാമി, പൊന്നൻ മുത്തപ്പൻ എന്നിവർക്ക് കളങ്ങൾ, സന്ധ്യയ്ക്ക് ദീപാരാധന, ആലപ്പാട്ട് ശ്രീശാസ്ത വനിതാ കാവടി ചിന്ത സംഘത്തിൻ്റെ ചിന്തപ്പാട്ട് എന്നിവ നടന്നു. രാത്രി വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ ദിവാകരൻ കാക്കനാട്ട്, ശങ്കരനുണ്ണി കാക്കനാട്ട്, സുരേഷ് കാക്കനാട്ട് എന്നിവർ നേതൃത്വം നൽകി.
തളിക്കുളം SNVP സ്കൂളിലെ ആനുവൽ അത്ലറ്റിക് മീറ്റ് നടന്നു. പ്രധാനാധ്യാപിക NV മിനി ആമുഖ പ്രസംഗം നടത്തി. കായികാധ്യാപകൻ TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ES സുഗതകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ ഹൗസുകളായി കുട്ടികളുടെ വർണ്ണശബളമായ മാർച്ചും നടന്നു. ഉപജില്ലാ കായികോത്സവത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടിയ സിയ നസറിന്റെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം നടന്നു. നകുല സത്യപ്രതിജ്ഞ ചൊല്ലി. വിജയികളായ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും പുരസ്കാരം നൽകി അനുമോദിച്ചു. PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ, മാതൃസംഗമം പ്രസിഡന്റ് റസിയ ഷൈൻ എന്നിവർ സംസാരിച്ചു. എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ഓൺ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിപൂർണമായ വിജയം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് നിങ്ങളുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു കൃത്യമായ താല്പര്യം തന്നെയാണ്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു തളിക്കുളം ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിൽ മത്സരം നടക്കുന്നത്. ഞാനന്ന് ഒഫീഷ്യൽ ഡ്യൂട്ടിക്കുണ്ട്. നിങ്ങളുടെ മത്സരത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാൻ വന്നിരിക്കുന്ന സമയത്താണ് ഇഷ്യൂ ആദ്യമായിട്ട് ഉത്ഭവിച്ചത്. ബാൻഡ് മത്സരങ്ങൾക്ക് ശബ്ദം കൂടി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. സ്പോർട്സ് എന്നത് തിരിച്ചറിയാൻ കഴിയില്ല എന്നല്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാക്കി തീർക്കണം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പ്രതിവാര നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ഗുരുവായൂർ ബിജു ബാലയും സംഘവും ശ്രീരാമ കീർത്തനങ്ങൾ ഉൾപ്പെടുത്തി സമ്പ്രദായ ഭജന നടത്തി. കീർത്തന സതീഷ് കുമാറിൻ്റെ ഭരതനാട്യം, ശ്രീപദം ഏങ്ങണ്ടൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നിവയും നടന്നു. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ കലാകാരന്മാരെ ആദരിച്ചു. കാഞ്ഞാണി മന്യ കോളേജിലെ 93-95 ഡിഗ്രി ബാച്ചിൻ്റെ നൊസ്റ്റാൾജിയ 95 എന്ന പേരിൽ റീയൂണിയൻ സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ അധ്യാപകൻ ഷിബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ മണികണ്ഠൻ, ഷാജി, ദിലീപ്, ദിനേശ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമകാലീന സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ സഹപാഠിയായിരുന്ന ഗിരീഷ് കുമാറിനെ ആദരിച്ചു. സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ KS ജോജു, CB കവിത, പ്രിയ ജോർജ്, NK കവിത, PS ശ്രീരാഗ്, PJ ബെന്നി, AJ ബൈജു എന്നിവർ നേതൃത്വം നൽകി. ഏതെങ്കിലും ഒരു പാഠഭാഗം ജീവിതത്തിലെ ഉന്നതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് വിനിയോഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ന അധ്യാപകനല്ലേ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭമാണ് ഒരു അധ്യാപകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നല്ല മുഹൂർത്തം എന്ന് പറയുന്നത്. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക വിശ്വാസികൾ കൈപ്പടയിൽ പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ കയ്യെഴുത്ത് ബൈബിൾ തയ്യാറാക്കി. ഇടവക വികാരി ഫാദർ പ്രതീഷ് കല്ലറക്കലിൻ്റെ നേതൃത്വത്തിലാണ് 1340 അധ്യായങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിൾ 350ഓളം ആളുകളെ പങ്കെടുപ്പിച്ച്
3 മണിക്കൂറിനുള്ളിൽ എഴുതി തയ്യാറാക്കിയത്. ഇന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇടവകയിലെ 350-ൽ പരം ആളുകൾ ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ബൈബിളിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൽ വചനം കൂടുതൽ പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്നത്. തീർച്ചയായിട്ടും പലരും വ്യക്തിപരമായിട്ടൊക്കെ സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്ന ഒരു രീതികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇടവകയിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ചൊരു 10 വയസ്സ് മുതലുള്ള കുട്ടികൾ അങ്ങോട്ട് തൊട്ട് ഒരു 70-80 വയസ്സ് വരെയുള്ള മുതിർന്നവരുൾപ്പെടെ ചേരുന്ന 350-ൽ പേരുമാണ് ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഈ ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതാനായിട്ട് ഈ നോമ്പുകാലത്തിൽ തീരുമാനിച്ചതും ഇന്ന് ഇതിവിടെ നടക്കുന്നതും. കഴിമ്പ്രത്ത് ജൂനിയർ KRSന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കാർന്നൂരുപ്പാപ്പ റിലീഫ് സൊസൈറ്റി ജൂനിയറിന്റെ നേതൃത്വത്തിലാണ് കഴിമ്പ്രം ദാറുൽ ഖൗസർ മദ്രസ ഹാളിൽ മോട്ടിവേഷൻ ക്ലാസും അനുമോദനവും നടന്നത്. KRS രക്ഷാധികാരി സുലൈമാൻ പുറക്കുളം ഉദ്ഘാടനം ചെയ്തു. KRS ട്രഷറർ നൌഷാദ് പോക്കകലത്ത് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ ഖാദർ നെടിയപറമ്പിൽ, ഖാദർ കട്ടിലപ്പീടികയിൽ, ഹിളർ വലിയകത്ത്, KRS ജൂനിയർ പ്രസിഡന്റ് അബു താഹിർ, സെക്രട്ടറി കൽഫാൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനതല മുസാബഖ സാഹിത്യ മത്സരത്തിൽ ഖിറാത്തിന് 1ാം സ്ഥാനം നേടിയ കഴിമ്പ്രം ദാറുൽ ഖൗസർ മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാൻ, ദേശീയ സ്കൂൾ ഗെയിംസ് വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട നാട്ടുകാരനും കായികാധ്യാപകനുമായ TN സിജിൽ എന്നിവരെ ആദരിച്ചു. ലഹരി വിമുക്ത ജീവിതം, പരീക്ഷാഭയം എങ്ങനെ മാറ്റാം എന്ന വിഷയങ്ങളിൽ ജാബിർ സിദ്ദിഖ് ക്ലാസ് നയിച്ചു. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളിൽ KRSന്റെ കണ്ണീരൊപ്പാൻ ഞങ്ങൾ കാണിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്നും നമ്മളിലേക്കുണ്ടാവണം. കാരണം ആദ്യകാലങ്ങളിലൊക്കെ വിവാഹത്തിന് ധനസഹായം നൽകി, അസുഖങ്ങൾ, കിഡ്നി ക്യാൻസർ പേഷ്യൻസ്, അവർക്കൊക്കെ ധനസഹായം നൽകി. മണലൂർ ചീരുകണ്ടത്ത് ശ്രീ ഭുവനേശ്വരി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ശനിയാഴ്ച ഉത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശിവേലി എഴുന്നള്ളിപ്പ്, ദേവിയുടെ നടക്കൽ പറയെടുപ്പ് എന്നിവ നടത്തി. ഉച്ചതിരിഞ്ഞ് കാഴ്ച ശിവേലി, പൂരമെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. കൊളക്കാടൻ കുട്ടികൃഷ്ണൻ തിടമ്പേറ്റി. മേളത്തിനും പഞ്ചവാദ്യത്തിനും അടാട്ട് മുരളി പ്രാമാണ്യം വഹിച്ചു. അന്തിക്കാട് താണിയത്ത് ജനാർദ്ദൻ്റെ നേതൃത്വത്തിലുള്ള കരിങ്കാളി, പടകാളി നൃത്തം, മൂക്കൻചാത്തൻ വേല എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ രമേഷ് CD, രാജൻ CR, സുധീർ CS, രാമചന്ദ്രൻ CG, ഫൽഗുനൻ CK തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ച് 2, 3, 4 തീയതികളിൽ കളമെഴുത്ത് പാട്ട് നടത്തും. ഒറ്റപ്പാലം വിനോദ് കണ്ടനാട്ട് കളമ്പാട്ടിന് നേതൃത്വം നൽകും. തൃത്തല്ലൂർ വെസ്റ്റ് വായ്ക്കാട്ടിൽ മാത്തുക്കാട്ടിൽ പെരുമ്പായിൽ കുടുംബക്ഷേത്രത്തിൽ നാഗക്കളം തോറ്റമ്പാട്ട് പ്രതിഷ്ഠാദിന മഹോത്സവം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നടത്തി. ശനിയാഴ്ച പുലർച്ചെ മുതൽ സമൂഹ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി പറന്നിറക്കൽ എന്നിവ നടത്തി. മഹാനിവേദ്യ സമർപ്പണം, അമൃതഭോജനം എന്നിവയും ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ്, സന്ധ്യയ്ക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, ദേവാനന്ദമേളങ്ങൾ, രാത്രി മഞ്ഞിപ്പറമ്പിൽ മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിൽ നിന്ന് താലം, വിളക്കാട്ടം എന്നിവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ്, തുടർന്ന് ദേവിക്ക് രൂപക്കളം, ഗുരുതി എന്നിവയും നടന്നു. താന്ത്രിക പൂജാ ചടങ്ങുകൾക്ക് CB പ്രകാശൻ തന്ത്രി, മേൽശാന്തി അരുൺ ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
മണലൂർ പാലാഴി ന്യൂ പല്ലവി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ന്യൂ പല്ലവി നഗറിൽ നടത്തിയ ക്യാമ്പ് ട്രിനിറ്റി ആശുപത്രിയിലെ ഡോക്ടർ സ്വപ്ന ആട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂ പല്ലവി ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് വട്ടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി പ്രശാന്ത് മടത്തിപ്പറമ്പിൽ ആമുഖ പ്രസംഗം നടത്തി. ക്ലബ്ബ് അംഗങ്ങൾ ഉൾപ്പെടെ 500ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ വീട്ടുനികുതി ക്യാമ്പ് കളക്ഷൻ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ടോണിയ തണിക്കൽ ആദ്യ നികുതി അടച്ച് ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുതൽ തുഷാര അംഗനവാടിയിൽ നടത്തിയ ക്യാമ്പിന് മണലൂർ പഞ്ചായത്ത് സ്റ്റാഫ് TK നിമിഷ, CV സിൻഡോ എന്നിവർ നേതൃത്വം നൽകി. 45ഓളം വീട്ടുകാർ ക്യാമ്പിൽ പങ്കാളികളായി. വാണിജ്യം. 28 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ഗുണമേന്മയും മികച്ച വിൽപ്പനാനന്തര സേവനവും ഉറപ്പുവരുത്തുന്ന കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുമായി ട്രാവൻകൂർ ബിൽഡ് വെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 4ാമത്തെ സ്ഥാപനം വലപ്പാട് പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് തെക്ക് ഭാഗത്ത് ടിപ്പു സുൽത്താൻ റോഡിന് സമീപമാണ് ട്രാവൻകൂർ ബിൽഡ് വെയറിൻ്റെ 4ാമത്തെ സ്ഥാപനത്തിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നത്. മണപ്പുറം മാനേജിംഗ് ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ പുതിയ ഒരുപാട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നേരത്തെ ഹൈവേയിൽ ആണ് ഇത്തരം വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഇത് ഈ റോഡിലേക്കും ടിപ്പു സുൽത്താൻ റോഡിലേക്കും കിടക്കുകയാണ്. നമ്മുടെ ഗ്രാമം, മലപ്പാട് പഞ്ചായത്ത്, തൃപ്പയാറ് തുടങ്ങിയ മേഖലകളൊക്കെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിൻ്റെ എന്നുള്ള റെമിറ്റൻസ് നമ്മുടെ നാട്ടിൽ കൂടെ കൂടുതലാണ്. ഇതുകൂടാതെ മണപ്പുറം ഗ്രൂപ്പിൻ്റെ തന്നെ തൃപ്പയാർ, വലപ്പാടായിട്ടുള്ള ഓഫീസുകളിൽ 3500 ജോലിക്കാരുണ്ട്. അവർക്ക് കൊടുക്കുന്ന വാർഷികമായിട്ടുള്ള ശമ്പളം തന്നെ 150 കോടിയോളം വരും. അപ്പം അത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് അത് തന്നെ ധാരാളം വരും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങൾ, ഇത് ബിൽഡ് വെയർ എന്നത് ഒരു കൺസ്ട്രക്ഷൻ വേണ്ട എല്ലാ ഉപകരണങ്ങളും, സിമെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഹാർഡ്വെയർ ആയിട്ടുള്ള എല്ലാ പെയിൻ്റ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രാവൻകൂർ ബിൽഡ് വെയർ മാനേജിംഗ് പാർട്ണർ രഞ്ജൻ ഒറ്റാലി അധ്യക്ഷത വഹിച്ചു. ബെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ PK ജലീൽ, MP റപ്പായി ആൻഡ് സൺസ് മാനേജിംഗ് ഡയറക്ടർ MR ഫ്രാൻസിസ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, AR സ്റ്റീൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് ഭാട്ടിയ, വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജനസ് തട്ടിൽ, ചൂലൂർ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി, പെരുങ്കുട്ടുകര ഖാനാടിക്കാവ് വിഷ്ണു ഭാരതീയ സ്വാമി, AP സദാനന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിൽ പറയും ചന്ദനം ചാരി കഴിഞ്ഞാൽ ചന്ദനത്തിന്റെ സുഗന്ധം നമുക്ക് കിട്ടുന്നു എന്നതുപോലെ തന്നെ ഈ നമ്മുടെ രഞ്ജനൻ ടീമിന് ഈ നന്ദകുമാർ സാറ് തുടക്കം കുറിക്കുന്ന ഒരു പരിപാടി എന്തായാലും വിജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം വിജയിച്ച് അതിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ജയന്റാണ്.
ട്രാവൻകൂർ മാനേജിംഗ് പാർട്ട്ണർമാരായ സുനിൽ അരയമ്പറമ്പിൽ, തിലകൻ കണ്ടാന്തറ, പ്രദീപ് അരയമ്പറമ്പിൽ, ഗീവർ പി കെ, സുദർശൻ ഏങ്ങൂർ, ദിനേശ് അരയമ്പറമ്പിൽ, ജോയ് അരിമ്പൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. ARS TMT ബാർസ് ഗോഡൌൺ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഗാ നറുക്കെടുപ്പും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. ഒന്നാം സമ്മാനം LED TV-യും, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനം മൈക്രോവേവ് ഓവനും വിജയികൾക്ക് നൽകി. ബെസ്റ്റ് പെർഫോമറായി തെരഞ്ഞെടുത്ത 2 സ്റ്റാഫുകളെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റീൽ, സിമെൻറ്റ്, GI ആൻഡ് GP ട്യൂബ്സ്, റൂഫിംഗ് ഷീറ്റുകൾ, AAC ബ്ലോക്ക്, V-ബോർഡ്, വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ്, സ്റ്റീൽ വാട്ടർ ടാങ്ക്, വൈറ്റ് തുടങ്ങി കെട്ടിട നിർമ്മാണത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും ട്രാവൻകൂർ ബിൽഡ് വെയറിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് AKTA പെരിങ്ങോട്ടുകര ഏരിയ കൺവെൻഷൻ. മണലൂരിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും യോഗ ക്ലാസുകളുടെയും പ്രവർത്തനോദ്ഘാടനം. പെരിങ്ങോട്ടുകരയിൽ ത്രിദിന ശ്രീനാരായണ ദിവ്യ പ്രബോധനത്തിനും ധ്യാനത്തിനും സമാപനം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.